ലോകത്തെ ഏറ്റവും ശക്തിയേറിയ മിസൈലായി പലപ്പോഴും കണക്കാക്കപ്പെടുന്നത് റഷ്യയുടെ -28 സാർമാറ്റ് എന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ്. ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ICBM. ഇത് സാത്താൻ 2 എന്ന പേരിലും അറിയപ്പെടുന്നു. രാജ്യം റഷ്യ. പേര് -28 സാർമാറ്റ്. ഈ മിസൈലിന് വളരെയധികം പ്രഹരശേഷിയുണ്ട്. ഇതിന് 10 മുതൽ 15 വരെ ആണവായുധ വാർഹെഡുകൾ ന്യൂക്ലിയർ വാർഹെഡ്സ് വഹിക്കാൻ കഴിയും. കൂടാതെ ലോകത്തിന്റെ ഏത് ഭാഗത്തും ലക്ഷ്യത്തിലെത്താൻ കഴിയുന്നത്ര ദൂരപരിധിയും ഏകദേശം 18,000 കിലോമീറ്റർ ഇതിനുണ്ട്. നിലവിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിവുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഇതിലുപയോഗിച്ചിട്ടുണ്ട്. രൂപകൽപ്പനയുടെ ലക്ഷ്യം: പകരക്കാരൻ സോവിയറ്റ് കാലഘട്ടത്തിലെ ഏറ്റവും ഭീകരമായ ICBM ആയിരുന്ന R-36M വോയവോഡ നീറ്റോ കോഡ് SS-18 സർത്താൻ മിസൈലിന് പകരമായാണ് സാർമാറ്റ് രൂപകൽപ്പന ചെയ്തത്. ആണവ പ്രതിരോധത്തിന്റെ നട്ടെല്ല്: റഷ്യയുടെ ഭൂമിയിൽ അധിഷ്ഠിതമായ ആണവ പ്രതിരോധ സേനയുടെ സ്ട്രാറ്റജിക് റോക്കറ്റ് ഫോഴ്സസ് നട്ടെല്ലായി ഇത് മാറുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിശേഷിപ്പിച്ചത്. 2. അത്യാധുനിക സവിശേഷതകൾ. ധ്രുവത്തിലൂടെയുള്ള സഞ്ചാരം പോളാർ ട്രജക്ടറി. സാർമാറ്റിന് ഭൂമിയുടെ ദക്ഷിണ ധ്രുവത്തിലൂടെ സൗത്ത് പോൾ ലക്ഷ്യത്തിലെത്താൻ കഴിയും. അമേരിക്കയുടെ നിലവിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പ്രധാനമായും ഉത്തരധ്രുവത്തിൽ നോർത്ത് പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ ഈ കഴിവ് പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ സഹായിക്കും. ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ HGV ശേഷി. സാധാരണ വാർഹെഡുകൾക്ക് പുറമെ അവൻഗാർഡ് പോലുള്ള ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുകൾ വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ട്. ശബ്ദത്തിന്റെ 20 മടങ്ങ് വരെ വേഗതയിൽ മാച്ച് 20 സഞ്ചരിക്കാൻ കഴിയുന്ന ഇവ ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോൾ സഞ്ചാരപഥം മാറ്റാൻ കഴിയുന്നതിനാൽ മാനൂവറബിൾ. ഇവയെ തകർക്കാൻ നിലവിലെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അതീവ ബുദ്ധിമുട്ടാണ്. ഫോബ്സ് സാങ്കേതികവിദ്യ. ഫോബ്സ് കേപ്പബിലിറ്റി ഫ്രാക്ഷണൽ ഓർബിറ്റൽ ബോംബാർഡ്മെന്റ് സിസ്റ്റം ഫോബ്സ് ഉപയോഗിക്കാൻ ഇതിന് കഴിവുണ്ട്. ഇത് മിസൈലിന് ഒരു ഭാഗിക ഭ്രമണപഥത്തിൽ സഞ്ചരിക്കാൻ അവസരം നൽകുകയും അതുവഴി ശത്രുവിന്റെ മുന്നറിയിപ്പ് സംവിധാനങ്ങളെയും റഡാറുകളെയും കബളിപ്പിക്കുകയും ചെയ്യും. ദ്രവ ഇന്ധനം. US-ന്റെ ICBM-കൾ കൂടുതലും ഖര ഇന്ധനം സോളിഡ് ഫ്യൂൽ ഉപയോഗിക്കുമ്പോൾ സാർമാറ്റ് ദ്രവ ഇന്ധനമാണ് ലിക്വിഡ് ഫ്യൂൽ ഉപയോഗിക്കുന്നത്. ഇത് മിസൈലിന് കൂടുതൽ ഭാരം പേലോഡ് വഹിക്കാനുള്ള ശേഷി നൽകുന്നു. 3. പ്രഹരശേഷി. ഒരൊറ്റ സാർമാറ്റ് മിസൈലിന്റെ പ്രഹരശേഷി ഹിരോഷിമയിൽ പ്രയോഗിച്ച ബോംബിന്റെ 100 മടങ്ങ് വരെ ആകാമെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു മിസൈലിന് ഫ്രാൻസ് അല്ലെങ്കിൽ ടെക്സസ് സംസ്ഥാനം പോലുള്ള വലിയൊരു പ്രദേശത്തെ നശിപ്പിക്കാൻ കഴിയുമെന്നും പറയപ്പെടുന്നു. 4. വികസനവും വിന്യാസവും. ഡിപ്ലോയ്മെന്റ് സ്റ്റേറ്റസ്. ആദ്യ പരീക്ഷണം 2022 ഏപ്രിൽ 20-നാണ് ഇതിന്റെ ആദ്യത്തെ വിജയകരമായ പരീക്ഷണ വിക്ഷേപണം നടന്നത്. പോരാട്ട ദൗത്യത്തിൽ റഷ്യൻ ബഹിരാകാശ ഏജൻസി മേധാവി നൽകിയ റിപ്പോർട്ടുകൾ പ്രകാരം 2023 സെപ്റ്റംബറിൽ ഈ മിസൈൽ സംവിധാനം ഔദ്യോഗികമായി പോരാട്ട ദൗത്യത്തിൽ കോംബാറ്റ് ഡ്യൂട്ടി ഉൾപ്പെടുത്തി. വെല്ലുവിളികൾ. എങ്കിലും മിസൈലിന്റെ വികസനം പലപ്പോഴും സാങ്കേതിക തടസ്സങ്ങളും പരാജയപ്പെട്ട പരീക്ഷണങ്ങളും കാരണം വൈകിയിട്ടുണ്ട്. 2024 സെപ്റ്റംബറിൽ പ്ലേസിറ്റ്സ് കോസ്മോഡ്രോം നടന്ന ഒരു പരീക്ഷണം വലിയ പരാജയമായിരുന്നുവെന്നും വിക്ഷേപണ അറയ്ക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ചുരുക്കത്തിൽ -28 സാർമാറ്റ് ലോകത്തിലെ ഏറ്റവും ഭാരമേറിയതും ദൂരപരിധി കൂടിയതും നിലവിലുള്ള പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിയുന്നതുമായ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്നതുമായ മിസൈലാണ്.